എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പാലക്കാടും ചേലക്കരയിലും വയനാടും അല്ലല്ല നിങ്ങൾ ഞാൻ പറയണ മറുപടി കേൾക്ക് നിങ്ങൾ ചോദിച്ചല്ലോ. നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയുമ്പോൾ അങ്ങ് വീണ്ടും ഇങ്ങോട്ട് കയറി പറയണത് ശരിയല്ലല്ലോ. എല്ലാ ചോദ്യം ചോദിച്ചോ, ഞാൻ ഒരുമിച്ച് പറഞ്ഞേക്കാം. അല്ല എല്ലാ ചോദ്യം ചോദിക്കുക. അല്ല നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയാറുണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊക്കെ എല്ലാ ചോദ്യങ്ങൾക്കും പറയും. പിന്നെ പൊതുസ്ഥലത്ത് വന്നിരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പൊതുസ്ഥലത്ത് വന്നിരുന്ന് ചർച്ച ചെയ്യും. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും. മനസ്സിലായോ? പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പൊതുസ്ഥലത്ത് ചോദിച്ചാൽ മറുപടി പറയില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ കാര്യം പറയാം. അല്ലല്ല, അത് പാർട്ടിയുടെ ആഭ്യന്തരമായ കാര്യങ്ങളല്ലേ. ഞാൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് 15-ാം തീയതി. ഇലക്ഷൻ പ്രഖ്യാപിച്ചത് 15-ാം തീയതി. ഇലക്ഷൻ്റെ പാലക്കാടത്തെയും ചേലക്കരയിലെയും ഷെഡ്യൂൾ പൂർത്തിയാക്കിയത് 17-ാം തീയതി. ഇലക്ഷൻ ഷെഡ്യൂൾ വൈകുന്നേരം 6-7 മണിയാകുമ്പോഴാണ് പൂർത്തിയാക്കിയത്. 7 മണി കഴിഞ്ഞിട്ട് 17-ാം തീയതി കേരളത്തിലെ മുഴുവൻ പ്രധാന കോൺഗ്രസ് നേതാക്കന്മാരെയും നേരിട്ട് വിളിച്ച് അവരോട് പ്രചരണത്തിന് വരണമെന്നും അവരുടെ പ്രചരണത്തിൻ്റെ ഡേറ്റ് നേരിട്ട് എനിക്ക് തരണമെന്നും ഞാനാണ് അഭ്യർത്ഥിച്ചത്. അല്ല ഞാൻ പറയണ കേൾക്ക്. നിങ്ങൾ എന്ത് ഇത്രയേ തിരക്ക് പിടിക്കുന്നത്? മുൻ KPCC പ്രസിഡന്റുമാരെ എല്ലാവരോടും നേരിട്ട് അഭ്യർത്ഥിക്കുക. അവർക്ക് കൺവെൻഷൻ്റെ മണ്ഡലം കൺവെൻഷനുകളുടെ ഡേറ്റുകളെല്ലാം വാട്സാപ്പിൽ അയച്ച് കൊടുത്തതും ഞാനാണ്. എല്ലാം 17-ാം തീയതി ചെയ്ത ഞാനാണ്. അതിന് ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കല്യാണം നടക്കുകയാണ്. ഇത് പാർട്ടിയുടെ ഒരു പൊതുവായിട്ടുള്ള കാര്യമല്ലേ. എല്ലാവർക്കും അല്ല ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ അയച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 17-ാം തീയതി വൈകുന്നേരം എല്ലാവരെയും നേരിട്ട് ഫോണിൽ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൂടാതെ പ്രോഗ്രാം അവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വരുമെന്നേ ഞാൻ പറഞ്ഞല്ലോ. ഇനി നോ മോർ ക്വസ്റ്റ്യൻസ്. എല്ലാവരും വരും.